പാകിസ്ഥാൻ എപ്പോഴും അതിൻ്റെ മോശം സമയത്താണ് ഭാരതത്തിനെ ആക്രമിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ആഭ്യന്തരമായ അവരുടെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതല്ലാത്ത സമയത്ത് വർഷങ്ങളായി വിഭജനം തുടങ്ങി ഇങ്ങോട്ട് ഇന്ത്യയെ സ്ഥിരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ നന്ദഗോപനും സൂചിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാൻ 1947 2025 പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അന്ത്യമാവുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. അത് ഭാരതത്തിനെ ആക്രമിക്കാനെടുത്ത ഈ ഒരു സമയം കൊണ്ട് മാത്രമല്ല, ആഭ്യന്തരമായി കൂടി തകരുകയാണ് പാകിസ്ഥാൻ വിഭജിച്ച് ഉടൻ തന്നെ വീണ്ടും ബലൂചിസ്ഥാൻ പ്രത്യേക രാജ്യമാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. തലസ്ഥാനമായ ക്വറ്റ ഉൾപ്പെടെ പിടിച്ചെടുത്ത് ബലോച്ച് വിമോചന പോരാളികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇസ്ലാമാബാദിന് ശനിദശ. പ്രകോപനങ്ങളിലൂടെ ഭാരതത്തിൽ നിന്ന് കനത്ത പ്രഹരം ഇരുന്ന് വാങ്ങിയതിനൊപ്പം ആഭ്യന്തരമായും തകർന്നടിയുകയാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റ ഉൾപ്പെടെ പിടിച്ചെടുത്ത ബലൂച്ച് വിമോചന പോരാളികൾ മുന്നേറുന്നു. പ്രവിശ്യയിൽ ഉടനീളം നിരവധി തന്ത്രപ്രധാനമായ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നാണ് BLAയുടെ അവകാശവാദം. പാക് സൈന്യത്തെ ഈ പ്രദേശത്തു നിന്ന് തുരത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. കിഴക്ക് നിന്ന് ഭാരത സൈന്യം നൽകുന്ന തിരിച്ചടിയും പടിഞ്ഞാറ് ബലോച്ച് പോരാളികൾ നൽകുന്ന തലവേദനയും പാകിസ്ഥാൻ ഭരണകൂടത്തിന് സമ്മർദ്ദം ഇരട്ടിയാക്കുന്നുണ്ട്. ഇതിനിടയിൽ ബലൂചിസ്ഥാനെ വീണ്ടും സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന ആവശ്യവും പ്രവിശ്യയിൽ നിന്നുയരുന്നു. ഡൽഹിയിൽ ബലൂച്ച് എംബസി ആരംഭിക്കണമെന്നും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കണമെന്നും ബലൂച്ച് എഴുത്തുകാരൻ മെറിയാർ ബലൂച്ച് ആവശ്യപ്പെട്ടു. മെറിയാറിന്റെ എക്സ് പോസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വീണ്ടും പിറവിയെടുക്കുന്ന കാഴ്ച വിദൂരമാകില്ല. ന്യൂസ് ഡെസ്ക് ജനം.